ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊന്നീസ് ഗാർഡനിലോട്ട് സ്വാഗതം. ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അച്ചീവ്മെൻറ്റ്സിൻ്റെ കോംബോ കഴിഞ്ഞൊന്നും ഇല്ല, നമ്മുടെ അടുത്ത് കുറച്ചുകൂടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 10 പ്ലാന്റാണ്. 10 പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 400 രൂപയാണ്. ഏകദേശം അത്യാവശ്യം ചിലതിലൊക്കെ പൂക്കളുണ്ട്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ അയക്കുന്നത്. അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റാണ്. നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാനും കൂടെ പറ്റുന്നൊരു പ്ലാന്റാണ് അച്ചീവ്മെൻറ്റ്സ്. അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ്സിൽ നമ്മളത് വളർത്തി കഴിഞ്ഞാൽ ആ ഒരു ശിഖരം നശിച്ചു പോയാലും അതിൻ്റെ മണ്ണിൻ്റെ ഉള്ളിൽ കിഴങ്ങുണ്ടാവുന്നു, കിഴങ്ങുന്ന് പുതിയ പുതിയ തൈകൾ ഉണ്ടാവുന്നതുമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരു അച്ചീവ്മെൻറ്റ്സ് നട്ടാൽ തന്നെ ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് പോട്ട് നിറയെ പ്ലാന്റായി കിട്ടുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റാണ്. പിന്നെയെന്ന് പറയുമ്പോൾ ഇതിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരു മീഡിയം ഇതിൽ വെള്ളം മാത്രം മതി അച്ചീവ്മെൻറ്റ്സിന്. അടുത്തായിട്ട് നമ്മൾ ടെക്കോമയാണ് കേട്ടോ. ടെക്കോമ നമ്മൾ കഴിഞ്ഞ ആഴ്ച തൊട്ടിട്ടേ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കൾ വിരിയുന്നതാണ്. നമ്മൾ ഏകദേശം അയക്കുന്ന പ്ലാന്റുകൾക്കൊക്കെ പൂക്കൾ വിരിഞ്ഞ പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത്. ഇതൊരു 3 കളറാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിങ്ക്, യെല്ലോ ആൻഡ് ഓറഞ്ച് ഷെയ്ഡ് വിഭാഗം വരുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇത് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ്. ഒരു പ്ലാന്റിന് 85 രൂപയാണ്. അടുത്തായിട്ട് നമ്മൾ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചൈനീസ് ബോൾസ് ആണ് കേട്ടോ. ചൈനീസ് ബോൾസും കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. ഇതിനെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അധികം വെള്ളം ആവാനും പാടില്ല, എന്നാൽ വെള്ളം ഇല്ലാതിരിക്കാനും പാടില്ല. ഒരു അപ്പത്തണ്ട് പോലെയാണ് ഇതിൻ്റെ തണ്ടുകളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളം സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ വെള്ളം കുറഞ്ഞു പോയാൽ പെട്ടെന്ന് വാടിപ്പോവും. വെള്ളം അധികമായി പോയാൽ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു നനവനുസരിച്ച് നനച്ചു കൊടുത്താൽ മാത്രം മതി. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിലെപ്പോഴും പൂ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. എന്നും പൂ വിരിയുന്നതാണ്. ഇത് സീസണൽ പ്ലാന്റ് അല്ല കേട്ടോ, എപ്പോഴും പൂ വിരിയുന്നൊരു ഇതും കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ കൊടുക്കുന്നത് 10 കളറാണ്. 10 കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് 300 രൂപയാണ്. നല്ല പ്ലാന്റാണ് കേട്ടോ, നല്ല ഹെൽത്തി പ്ലാന്റുമാണ്. ഇത് നമുക്ക് ഇതേപോലെയൊക്കെ പോട്ടിലോ മണ്ണിലും വേണമെങ്കിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ഫ്ലവറിങ് പ്ലാന്റാണ്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വയ്ക്കാം. ഓരോ ലൈനായിട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറ്റത്ത് നമുക്ക് ഭംഗിയാക്കി എടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ചൈനീസ് ബോൾസം. നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ്. നല്ല ഹെൽത്തി പ്ലാന്റാണ്, നല്ല റൂട്ടഡ് പ്ലാന്റുമാണ് കേട്ടോ. അത്യാവശ്യം നല്ല റൂട്ടഡ് വന്നിട്ടുള്ള നല്ല പ്ലാന്റാണ്. നമുക്കിത് നടുമ്പോൾ ഇതിൻ്റെ ജിഫി കവർ പൊട്ടിച്ചിട്ട് വേണം നമ്മൾ നടാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്തായിട്ട് നമ്മൾ മെലസ്ട്രോമ പ്ലാന്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മെലസ്ട്രോമ കളർ ഒരു 4 കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4 കളറിന് നമ്മൾ ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 70 രൂപയാണ്. നല്ല ഹെൽത്തി പ്ലാന്റാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. മെലസ്ട്രോമേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും പൂ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് മെലസ്ട്രോമ. ഇത് നമ്മുടെ ബേബി സൺറോസ് ആണ് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. നമുക്കിത് ഹാങ്ങിങ് ആയിട്ടും ഇൻഡോറിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 55 രൂപയാണ്. നല്ല പ്ലാന്റ് ആണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ അയക്കുന്നത് അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ. അസേലിയ പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റി കളറുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുമല്ല നമ്മളിതുവരെ കൊടുത്തിരുന്നതെന്ന് പറഞ്ഞാൽ 150 രൂപയായിരുന്നു. ചെറിയ പ്ലാന്റ് 150 രൂപ തന്നെയാണ്. ഈ പൂക്കൾ വിരിഞ്ഞ പ്ലാന്റ് വേണമെന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. ഈ പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 175 രൂപയാണ് കേട്ടോ. അതേപോലെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്, നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനും. ഇത് നമ്മുടെ ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർന്നു വരുന്ന ഒരു പ്ലാന്റാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും പൂ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. കമേലിയയ്ക്കാണ് കുറച്ച് പൂ വിരിയാനൊക്കെ സമയം എടുക്കുന്നത്, പക്ഷേ അസേലിയയിൽ പെട്ടെന്ന് പൂക്കൾ വിരിയുന്നതാണ്. കമേലിയ പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റാണ്. 3 കളറാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 150 രൂപയാണ്. കമേലിയ പൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നോക്കിയാൽ പെട്ടെന്ന് അത് റോസാപ്പൂവിൻ്റെ ഒരു സാദൃശ്യം നമുക്ക് തോന്നും. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അത് കമേലിയ പ്ലാന്റ്.
അടുത്ത നമ്മുടെ ഹൈഡ്രഞ്ച പ്ലാന്റ് ആണ് കേട്ടോ. ഹൈഡ്രഞ്ച പ്ലാന്റിന് ഒരു 5 കളറാണ് നമ്മൾ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5 കളറായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. 5 കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 280 രൂപയാണ്. ഇത് നല്ല കാണാൻ ഭംഗിയാണ്. ഏത് കാലാവസ്ഥയിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ബൊക്ക പോലെയാണ് ഉണ്ടാവുക. ഇത് പൂ വിരിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവുകയുമില്ല. അടുത്ത പ്ലാന്റ് നമ്മുടെ നിക്കോഡിയ പ്ലാന്റ് ആണ് കേട്ടോ. നിക്കോഡിയ പ്ലാന്റ് നമ്മൾ ആദ്യം കൊടുക്കാറുള്ള ഒരു പ്ലാന്റും കൂടിയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. നമ്മൾ കൊടുക്കുന്നത് 85 രൂപയ്ക്കാണ് നമ്മൾ നിക്കോഡിയ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റാണ്.